ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീജയാണെങ്കിൽ വിശ്വത്തോട് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ പരിഹസിക്കപ്പെടുമ്പോൾ ഞാനാണ് ചൂളിപ്പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വിശ്വട്ട ഓർത്തിട്ടുണ്ടോ? അങ്ങനെ എന്നെ ആരും പരിഹസിക്കാറില്ല ശ്രീജ, അത് ഇവിടുത്തെ ഒരു രീതിയാണെന്ന് പറയണേ. അതുകൊണ്ട് തന്നെയാ നിങ്ങൾ പണ്ട് മുതൽക്കേ കുഴിമടിയനായി പോയത്. നിങ്ങൾ എങ്ങനെയെങ്കിലും നാളെ തന്നെ ആ ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ കറണ്ട് മോഷ്ടിച്ചതിന് സുധാകര മാഷ് ജയിലിൽ പോകേണ്ടി വരും എന്ന് പറയാണ് ശ്രീജ. നാളെ തന്നെ ഞാൻ ബില്ലടയ്ക്കാം ശ്രീജ, ഞാൻ ഒരാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടിയാൽ ഉടനെ അടച്ചേക്കാന്ന് പറയണേ. കിട്ടിയില്ലെങ്കിലോ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും ശ്രീജ കാതിലുള്ള കമ്മൽ ഊരിക്കൊടുത്ത് പറയുന്നുണ്ട്, ആകെ കൂടി പറയാൻ ഈ ഒരു തരി പൊന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം മുക്കാണെന്നറിയാലോ. ഇത് വിറ്റോ പണയം വെച്ചോ എങ്ങനെയെങ്കിലും നാളെ തന്നെ അത് അടയ്ക്കണം, അല്ലെങ്കിൽ തന്നെ വിശേട്ടനെ കൊണ്ട് ഈ വീടിന് യാതൊരു ഗുണവും ഇല്ലല്ലോ, നശിപ്പിക്കാതെങ്കിലും ഇരിക്ക് എന്നും പറഞ്ഞ് ശ്രീജയ്ക്ക് ദേഷ്യം പിടിച്ചാണ് കേട്ടോ കിടക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മുടെ നന്ദിനിയാണെങ്കിൽ വിനയനെ കൊണ്ട് വീശിപ്പിക്കുകയാണ് കേട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അതെ വിനയേട്ടാ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. നാളെ തന്നെ ഇവിടേക്ക് ബാറ്ററിയിൽ ഓടുന്ന ഒരു ഫാൻ മേടിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ ഈ റൂമിലേക്ക് കയറ്റില്ല എന്ന് പറയണേ. ഞാൻ എങ്ങനെയെങ്കിലും മേടിക്കാം എന്ന് പറയണേ വിനയൻ. എന്നാ വീശിക്കോ? എത്ര നേരം വീശേണ്ടി വരും? അത് ഞാൻ ഉറങ്ങിക്കഴിയുന്നത് വരെ വീശേണ്ടി വരും. എപ്പോൾ ഉറങ്ങും എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് ഈ രാത്രി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറങ്ങാൻ യാതൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നന്ദിനി കിടക്കുന്നത്. അപ്പോഴും വിനയനെ കൊണ്ട് വീശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മുടെ രാധ അഭിലാഷ് വന്നിട്ട് വിക്രമിനെ കുത്തുന്നത് ഓർക്കത്ത് കാണാണ് കേട്ടോ. അയ്യോ വിക്രമേട്ട എന്ന് വിളിക്കുമ്പോൾ രാധയുടെ അമ്മ, എന്താ രാധേ, എന്താന്ന് പറ. അത് പിന്നെ ഞാനൊന്ന് സ്വപ്നം കണ്ടല്ലേ, വിക്രമേട്ടനെ ആരോ വന്ന് കുത്തി എന്ന് പറയുമ്പോഴേക്കും, എൻ്റെ ഒരു വിക്രമേട്ടൻ, അവൻ കല്യാണം കഴിച്ച് എന്ന് നീ അംഗീകരിക്കാൻ ആദ്യം പഠിക്ക്, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ മുഴുത്ത വട്ടാണെന്ന് പറയും. വല്ല നാമം ജപിച്ച് കിടന്ന് ഉറങ്ങിടി എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് കിടത്തി ഉറക്കാണ് കേട്ടോ. തുടർന്ന് വേദ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ ബാഗിൽ നിന്ന് ഒരു ഫാൻ എടുത്ത് കാറ്റ് കൊള്ളാണ്. അപ്പോൾ തന്നെ വിക്രമിനെ ഓർക്കും. വിക്രമിൻ്റെ റൂമിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴേക്കും അവിടെ വിക്രമിൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. അപ്പോൾ അത് എടുക്കുന്നത് വേദ തന്നെയാണ് കേട്ടോ. രാധയായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഹലോ വിക്രം, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോഴേക്കും വേദ സംസാരിക്കും. സ്വപ്നമൊക്കെ എല്ലാവരും കാണും, അതൊക്കെ എല്ലാവരെയും വിളിച്ചു പറയാറില്ല. അതിന് ഞാൻ നിന്നെ അല്ലല്ലോ വിളിച്ചത്, വിക്രമിനെ അല്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ, ഈ പാതിരാത്രിയല്ല വിക്രമിനെ വിളിക്കേണ്ടത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പകല് പറഞ്ഞോ. ഇത്രയും നേരമായിട്ട് ഇപ്പോഴാ വിക്രമേട്ടനെ ഒന്ന് അടുത്ത് കിട്ടുന്നത്, അതിൻ്റെ ഇടയ്ക്ക് അവളൊരു സംസാരം. ഇനി മേലാൽ വിക്രത്തെ രാത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും നമ്മുടെ വിക്രം ഉണരും. നിന്നോട് ആരടി എൻ്റെ ഫോൺ എടുക്കാൻ പറഞ്ഞത്? ഈ പാതിരാത്രി ഒരു പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടി വിളിച്ചു, അത് എന്റർടൈൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ നീ ആരടി എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നാട്ടുകാരുടെ മുൻപിൽ വേദ വിക്രമാദിത്യൻ, നിങ്ങളുടെ മുൻപിൽ നിങ്ങളെ വട്ടം കറക്കാൻ ഇറങ്ങി പുറപ്പെട്ട വേദ ശങ്കരനാരായണൻ. ഇനി മോനും സംശയമൊന്നുമില്ലല്ലോ, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് വേദയുടെ പായ അങ്ങോട്ട് വിരിക്കുകയാണേ. പാവിരിക്കുന്നത് കണ്ടപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? നീ എന്താ എൻ്റെ റൂമിലെന്ന്? ഇത് നമ്മുടെ റൂമല്ലേ? നമ്മുടെ റൂമല്ല, എൻ്റെ റൂമാണെന്ന് പറയാണ് വിക്രം. ഞാൻ മനസ്സിലാക്കിയത് സുധാകരൻ മാഷ് ഉണ്ടാക്കിയ വീടിന്റെ ഒരു ഭാഗമാണ് ഈ റൂമെന്നാ, അല്ലാതെ വിക്രമൻ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. ഇറങ്ങി പോടി എന്ന് പറയുമ്പോൾ, സൗകര്യം ഇല്ലാന്ന് പറയണേ, കഴിയുമെങ്കിൽ പിടിച്ചിറക്കാൻ നോക്ക് എന്ന് വേദ പറയുമ്പോഴേക്കും വിക്രം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ദേ തൊട്ടാ വിവരം അറിയേ എന്നും പറഞ്ഞ് കുറെ സെക്ഷൻ കോഡുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വിക്രം പറയും, നിനക്ക് കിടക്കാനായിട്ട് അപ്പുറത്ത് ഒരു തറ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാടി നീ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇപ്പോൾ അവിടെ കിടക്കാൻ എനിക്ക് പേടിയുണ്ട്. പിന്നെ നീ 10 പേരെ കൂട്ടി വിളിച്ചായിരുന്നല്ലോ കിടക്കാറുള്ളത്. ഇന്ന് ഉഷ്ണമായതുകൊണ്ട് അവിടുത്തെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം പൂട്ടി ഭദ്രമായിട്ടാണ് കിടക്കാറുള്ളത്. ഇന്ന് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങ് പോകുന്നത് എന്ന് പറയാം കേട്ടോ. അപ്പോൾ വിക്രം പറയും, ഇവിടെയും ജനലൊക്കെ തുറന്നിട്ടാണ് ഇരിക്കുന്നത്, അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെപ്പോലെ ഒരു മല്ലൻ കൂടെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാണേ. അതെ, ഞാൻ കിടക്കാൻ പോവാണേ, സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? പിന്നെ എന്തെങ്കിലും ഉണ്ടായി എന്നെ കൊണ്ട് ബഹളം വെപ്പിച്ച് മറ്റുള്ളവരെ അറിയിപ്പിച്ച് ഉള്ള നാണക്കേട് കൂട്ടാൻ നടക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ, പിന്നെ നീ ഇന്ന് ഉറങ്ങുമ്പോൾ ഞാൻ നിന്നെ ചവിട്ടി കൊല്ലാനാ പോകുന്നത്, എനിക്കൊരു ജീവപര്യന്തൊക്കെ പുല്ലടി എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്,
അത്യാവശ്യം അടിയും തല്ലൊക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ ഒരാളെ കൊല്ലാനുള്ള ചങ്കുറപ്പൊന്നും നിങ്ങൾക്കില്ലാന്ന് എനിക്കറിയാം. ഇനി ഞാൻ ഈ റൂം വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ സുധാകരൻ മാഷ് നിങ്ങളുടെ പേരിൽ ഇഷ്ടദാനം എഴുതി തന്നു എന്നുള്ള തെളിവ് കൊണ്ടുപോവാ. അതുണ്ടാവില്ലല്ലോ കയ്യിൽ. എങ്കിൽ പിന്നെ മോൻ കിടന്നുറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് അവിടെ കിടക്കുകയാണേ. അതിനുശേഷം ഫാനൊക്കെ എടുത്ത് വെച്ചിട്ട് പാട്ടൊക്കെ പാടാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വിക്രമിനാണെങ്കിൽ ദേഷ്യം പിടിച്ച്, കയ്യിലൊരു ഫാൻ ഉണ്ടെന്ന് വിചാരിച്ച് നീ എന്നെ കൊതിപ്പിക്കൊന്നും വേണ്ട. നിന്റെ വായില് പൂഴി മണ്ണ് കുത്തി കയറ്റി ഒരു ദിവസം നിന്നെ വെട്ടി കീറി അടുപ്പിൽ വെച്ച് പുഴുങ്ങി ചവിട്ടി അരച്ച് എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ ദേഷ്യം തീർന്നില്ലല്ലോ എന്റെ കർത്താവേ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴും നമ്മുടെ വേദ ഓരോരോ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വേദ ഉറങ്ങുമ്പോൾ ഇവൾക്കിട്ട് ഒരു പണി കൊടുത്താലോ എന്ന് പറഞ്ഞ് പമ്മി പമ്മി അങ്ങ് പോവാണ്. നമ്മൾ വിചാരിക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണെന്ന്. പക്ഷേ ആ ഫാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫാനും എടുത്തിട്ട് ഇനി കുറച്ച് നേരം ഞാനൊന്ന് കാറ്റ് കൊണ്ട് ഉറങ്ങട്ടെടി എന്നും പറഞ്ഞ് കാറ്റേ നീ വീശരുതിപ്പോൾ ആ പാട്ടൊക്കെ പാടിയിട്ട് കിടക്കാണ്. അതും കണ്ട് നമ്മുടെ വേദയും കിടക്കാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്